നമസ്കാരം. കൈരളി പീപ്പിൾ ടിവിയുടെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ പടക്കളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പടക്കളം എത്തി നിൽക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇടുക്കി ലോക്സഭാ മണ്ഡലം 2 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. ഇടുക്കി ഒപ്പം എറണാകുളത്തിൻ്റെ അതിർത്തിയും കൂടെ പങ്കിടുന്ന മണ്ഡലമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 LDFന് വൻ വിജയമാണ് ഈ പാർലമെന്റ് മണ്ഡലം നൽകിയത്, വോട്ടർമാർ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം നടന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിച്ചാൽ 7 നിയമസഭകളിലും, അതായത് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 LDF വിജയിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത്തവണ തങ്ങളുടെ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് UDF ഉള്ളത്. സീറ്റ് നിലനിർത്താൻ LDF ശക്തമായി പോരാടുന്നു. ഒപ്പം BJPയും തങ്ങളുടെ സാന്നിധ്യം ശക്തമായി അറിയിക്കുന്നതിന് വേണ്ടിയും വിജയക്കൊടി പാറിക്കുന്നതിന് വേണ്ടിയും BJPയും ശക്തമായ സാന്നിധ്യവുമായി രംഗത്തുണ്ട്. നമുക്ക് ഇന്ന് അതിഥികളായി എത്തിയിരിക്കുന്നു ശ്രീ CV വർഗീസ്, CPIMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ശ്രീ ബിനു കൈമൾ, BJPയുടെ ജില്ലാ അധ്യക്ഷനാണ്. ശ്രീ റോയ് കെ പൗലോസ്, DCCയുടെ മുൻ പ്രസിഡന്റാണ്. ഈ മണ്ഡലത്തിലെ വോട്ടർമാരും നമുക്കൊപ്പം പങ്കുചേരുകയാണ്. ഈ ചർച്ചയിൽ നമ്മൾ തുടങ്ങുമ്പോൾ ദേശീയ രാഷ്ട്രീയം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും, ഒപ്പം ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച് ആണ് ചർച്ച ചെയ്യപ്പെടുക സ്വാഭാവികമായും. ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ശ്രീ CV വർഗീസ്, താങ്കൾക്ക് 4 മിനിറ്റ് കൊണ്ട് എന്തിന് LDFന് വോട്ട് ചെയ്യണം, ഈ മണ്ഡലത്തിൽ വീണ്ടും ജോയ്സ് ജോർജിനെ അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കാൻ ഉതകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2004 ഇന്ത്യയിൽ ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന്, ദീർഘകാലമായ അധികാരത്തിരുന്ന കോൺഗ്രസിന് 2004 ജനങ്ങൾ 2004 തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുമുണ്ട്. ആ 2004 ഒരു ഗവൺമെൻറ് ഉണ്ടായതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ സാധ്യതയാണ് വരുന്നത്. അതിനർത്ഥം കോൺഗ്രസ് പ്രധാനമന്ത്രിയാകും എന്നുള്ളതല്ല. കാരണം 2004 തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പം ചില ആളുകൾ പറയുന്നത് കേട്ടാൽ ഒന്നെങ്കിൽ BJP, കോൺഗ്രസ്, ഇവിടെ ഐക്യ ഗുജറാളും മൊറാർജി ദേശായും വിശ്വനാഥ് പ്രതാപ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട്. മുൻകൂട്ടി ആരും പ്രവചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് മാധ്യമങ്ങളുടെ ആ നിഗമനങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് BJPയെ പുറത്താക്കുക, ആ BJPയെ പുറത്താക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ അധികാരത്തേറ്റുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. കാരണം കോൺഗ്രസും BJPയും ഒരേ നാണയത്തിൻ്റെ ഒരു വശങ്ങളാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ BJPയെ മാറ്റി നിർത്തി ഇന്ത്യയിലൊരു ഇടതുപക്ഷ മതനിരപേക്ഷ ബദൽ രൂപപ്പെടുത്തി വന്ന് അത്തരം ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ ഉയർന്നു വരുന്നത്. ആ സാഹചര്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാട് വരുമ്പോൾ കേരളത്തിലേക്ക് എത്തിയാൽ 2004 കേരളം ആവർത്തിക്കാൻ പോകുക. 2004 ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് കേരളത്തിൽ നേടാൻ കഴിഞ്ഞില്ല. ആ നേടാൻ കഴിയാതിരുന്നത് പോലുള്ള സമകാലീനമായ രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു കാരണം, 2 വർഷക്കാലത്തെ അധികാരത്തിലിരിക്കുന്ന പിണറായിയുടെ ഗവൺമെൻറ് കോൺഗ്രസിൻ്റെയും BJPയുടെയും സാമ്പത്തിക നയത്തിന് വിരുദ്ധമായി ഒരു നയം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അതിനനുസൃതമായിട്ടുള്ളൊരു ബദൽ രാഷ്ട്രീയ നയം നടപ്പാക്കി അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളം 1ാം സ്ഥാനത്തെത്തി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കാണ്, ഞങ്ങളുടെ കണക്കല്ല. സുസ്ഥിര വികസനത്തെ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തെത്തി. അത് ഐക്യരാഷ്ട്രസഭയുടെ അവർ നടത്തിയിട്ടുള്ള വിലയിരുത്തൽ ഭാഗമാണ്. ലിംഗസമത്വത്തിൽ കേരളം 1ാമതെത്തി ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉയർന്ന മാനവ വികസന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടുവരുന്ന രംഗത്ത് ഐക്യരാഷ്ട്രസഭ കേരളത്തെ 1ാമതായി തിരഞ്ഞെടുത്തിരിക്കുക. ക്രമസമാധാന രംഗത്ത് കേരളം 1ാം സ്ഥാനത്തെത്തി എന്നുള്ളത് ഇന്ന് ഏതെല്ലാം വാദങ്ങൾ ഉന്നയിച്ചാലും ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള അവാർഡുകൾ വാങ്ങിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട്. ആ നിലയിൽ കേരള സംസ്ഥാനത്തിൻ്റെ UDFൻ്റെ ഭരണകാലത്ത് ഈ കേരളത്തിൽ അധികാരത്തിരുന്ന ആളുകൾ, നമ്മുടെ കേരളത്തിൻ്റെ ഉന്നതമായ നീതിപീഠ ഹൈക്കോടതി പോലും പറഞ്ഞു, ലൈംഗികത പോലും കൈക്കൂലിയായി ചോദിക്കുന്ന ഭരണാധികാരികളെ കേരളം മാറി. അങ്ങനെ കേരളത്തിൻ്റെ മാലിന്യ
രാഷ്ട്രീയത്തിനകത്ത് ഉയർന്നു വന്ന അശ്ലീല മാലിന്യങ്ങളെ തുളച്ചു മാറ്റാൻ ഈ ഗവൺമെൻറ് കഴിയും. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെൻറ് കേരള സംസ്ഥാനം നടത്തിയിട്ടുള്ള ജനക്ഷേമപക്ഷത്ത് ജനങ്ങൾ നിൽക്കുന്നു. പ്രളയമെന്ന് പറയുന്നത് 2024 ശേഷം ഉണ്ടായിട്ടുള്ള മഹാപ്രളയം, ആ മഹാപ്രളയത്തെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പിണറായി സർക്കാരിന്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും സമർത്ഥനായ MP ആരെന്ന് ചോദിച്ചാൽ അത് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ആണെന്ന് ഈ നാട്ടിലെ ആളുകൾ പറയും. കാരണം വികസനം എന്ന് പറയുന്നത് ഇവിടെ UDFൻ്റെ കോൺഗ്രസിന് ഒട്ടേറെ MP ഇവിടെ ജയിച്ചു പോയിട്ടുണ്ട്. ഒരാളുകളും ഈ ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 4000 കോടി രൂപയുടെ കേന്ദ്ര ആവിഷ്കൃത ഫണ്ട് ഇടുക്കി ജില്ലയിൽ ടൂറിസം മേഖല, പശ്ചാത്തല മേഖല ഉൾപ്പെടെയുള്ള മേഖല എത്തിച്ചു. എന്തിന്? 70 വർഷക്കാലമായി വൈദ്യുതി എത്താത്തൊരു പ്രദേശമുണ്ട് ഇടുക്കി ജില്ലയിൽ, അത് മക്കുവള്ളിയാണ്. ആ മക്കുവള്ളിയിൽ അന്ന് PT തോമസ് പറഞ്ഞത് നിങ്ങളിവിടുന്ന് കുടിയിറക്കാം, ഇവിടെ കരണ്ട് തരാൻ മാർഗമില്ല. മക്കുവള്ളി മനയത്തടം പ്രദേശത്തുള്ളത് അവിടെ 350 കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതി കൊണ്ടുവന്ന് 70 വർഷക്കാലത്തിന് ശേഷം ആ പ്രദേശത്ത് വൈദ്യുതി ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം നടത്തി. ഇപ്പം നമുക്കറിയാം ഇടുക്കി ജില്ലയുടെ ദേശീയപാതകൾ, ഇപ്പം നമുക്കറിയാം ഇപ്പോൾ കൊച്ചി കൊടൈക്കനാൽ റോഡ് ദേശീയപാതയുടെ ഭാഗമായി വരുന്നതാണ്. അതുപോലെ തന്നെ വേളാങ്കണ്ണിയിൽ നിന്ന് ആരംഭിച്ച് വന്ന് ശബരിമലയിൽ കടന്നു വരുന്ന റോഡ്, ആ നിലയിൽ ഇടുക്കി ജില്ലയുടെ സമഗ്രമായ വികസനത്തിനുള്ളതും അതിനേക്കുളൊക്കെ ഒരു കാര്യമുണ്ട്. അതിനേക്കുളൊക്കെ ഗൗരവമായ കാര്യം, ഇവിടെ കസ്തൂരി രംഗൻ ഗാർഗിൽ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വനവാസ കേന്ദ്രങ്ങളാക്കി മാറ്റി നിലപാട് സ്വീകരിച്ചുവെങ്കിലും ആ കസ്തൂരി രംഗൻ ഗാർഗിൽ റിപ്പോർട്ട് കൊണ്ടുവന്ന അതിനുവേണ്ടി ബാധിച്ച അത് അവസാനിപ്പിച്ച് ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ വിഷയം 594 പ്രാവശ്യങ്ങൾ ചോദ്യം ചർച്ച ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിരവധി പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ട് ആ കസ്തൂരി രംഗൻ ഗാർഗിൽ റിപ്പോർട്ടിൽ നിന്നും ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ അന്യവൽക്കരിക്കപ്പെടില്ല എന്ന നിലപാട് സ്വീകരിച്ചുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന എല്ലാവിധമായ ഭൗതിക സാഹചര്യം രൂപപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും. ശ്രീ ബിനു കൈമൾ, NDA സംബന്ധിച്ച് ഞങ്ങളിവിടെ ഈ ഇലക്ഷനെ നേരിടുന്നത് മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് മുൻപ് ഭരിച്ചിരുന്ന UPA ഗവൺമെൻറ് അഴിമതി കഥകൾ അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനെ നേരിട്ടതെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ 100 കൂട്ടം വികസന പദ്ധതികളുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി കണ്ടുകൊണ്ട് നാടിൻ്റെ മുഴുവനും വികസനം അത് രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്ന വലിയൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സഖാവിടെ സൂചിപ്പിച്ച പല പദ്ധതികൾക്ക് പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർലോഭമായ പിന്തുണയാണ് കേരളത്തെ സംബന്ധിച്ചും മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും കിട്ടിയിട്ടുള്ളത്. രാഷ്ട്രീയപരമായി വിരുദ്ധ അഭിപ്രായമുള്ള ഗവൺമെൻറ്റുകൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിരവധി പലതും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇടുക്കി ജില്ലയുടെ തന്നെ വലിയ ഒരു വികസനത്തിന് NDA വലിയ ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ ജില്ലയിലേക്ക് എത്തിയെങ്കിൽ ഇതിനു മുൻപ് UPA ഗവൺമെൻറ് ഭരിച്ചപ്പോൾ എന്തുകൊണ്ട് എത്തിയിരുന്നില്ല? 4000 വേണ്ട, ആയിരക്കണക്കിന് കോടി രൂപയുടെ പോലും എത്തിയിരുന്നില്ല. ഇടുക്കി പാക്കേജ് പോലും നടപ്പാക്കാൻ കഴിയാതിരുന്ന ഒരു MP ആണ് ഇവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തുടനീളം നടപ്പാക്കുന്ന വികസന പദ്ധതി, ആ വികസന പദ്ധതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതുപോലെ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള വിശ്വാസികളുടെ അവരുടെ ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം, നിരവധി പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ നടപ്പാക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം എടുത്തു നോക്കിയാൽ അതിലുണ്ടായിരുന്ന പോരായ്മകൾ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ശരിയായ രീതിയിലുള്ള ഒരു BPL ലിസ്റ്റ് തയ്യാറാക്കി ആ തരത്തിൽ റേഷൻ കിട്ടേണ്ടവരുടെ കൃത്യമായ ആ ഒരു ഗണം രൂപീകരിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ, ജൻധൻ യോജന, പ്രധാനമന്ത്രി വയാവന്ത യോജന, ആയുഷ്മാൻ ഭാരത്, കിസാൻ സമ്മാൻ പദ്ധതി, അങ്ങനെ നിരവധി പദ്ധതികൾ എടുത്തു പറഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് യോജന, അടൽ പെൻഷൻ യോജന, വെറും 12 രൂപയ്ക്ക് ഒരു വർഷം 2 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതി, 330 രൂപ കൊടുത്താൽ 2 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതി, അങ്ങനെ നിരവധി പദ്ധതികൾ. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി വസ്തു ഈട് കൊടുക്കാതെ പ്രധാനമന്ത്രി മുദ്ര ബാങ്ക് യോജന, അങ്ങനെ എടുത്തു പറയാൻ തന്നെ ഫസൽ ബീമ യോജന, കൃഷിക്കാർക്ക് വേണ്ടി അവരുടെ കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടാകുന്നതിന് ആ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ താങ്ങുവില, അതിൻ്റെ ഉൽപ്പാദന ചെലവിനേക്കാൾ
1.5 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് താങ്ങുവില അതിനെ പ്രഖ്യാപിക്കുന്നു. ആ തരത്തിൽ നിരവധി പദ്ധതികൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയിലെ വികസനത്തിന് വേണ്ടി വലിയ പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ടൂറിസം മേഖലയുടെ വികസനത്തിന്, അടിസ്ഥാന മേഖലയുടെ വികസനമായിട്ടുള്ള റോഡിൻ്റെ വികസനത്തിന്, ആ തരത്തിൽ വലിയ പദ്ധതികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഇലക്ഷനെ ചൂണ്ടിക്കാണിക്കുന്നത്, മുൻപ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ UPA ഗവൺമെൻറ് അഴിമതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന് അഴിമതിയെക്കുറിച്ച് പറയാനില്ലാത്ത, അഴിമതി എന്നൊരു വാക്ക് പോലും പറയാനില്ലാത്ത സാഹചര്യം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉറച്ച ഭരണം നടപ്പാക്കുന്നു. ജില്ലയിൽ വികസനം ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ സാധനങ്ങളും വഴി തുറന്നു കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ അത് കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAയ്ക്കും രാജ്യത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഞാനത് പറയുന്നത് 2-3 പ്രധാനപ്പെട്ട ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ദേശീയ രാഷ്ട്രീയം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. 2014 UPA ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ വേണ്ടി ഒരുപാട് അഴിമതി ആരോപണങ്ങളും കള്ളക്കഥകളുമൊക്കെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP മെനഞ്ഞു. പലരും അതിൻ്റെ അകത്ത് പങ്കാളികളായി. ജനങ്ങൾ കുറച്ചേറെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഇത് ജനങ്ങൾക്ക് സത്യം ബോധ്യമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഇവിടെ BJPയുടെ ബഹുമാന്യനായ നേതാവിൻ്റെ സുഹൃത്ത് ബിനു പറഞ്ഞല്ലോ, കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്, ഇന്നത്തെ ഗവൺമെൻറ്റിനെ കുറിച്ച് അഴിമതിയെക്കുറിച്ചൊരു വാക്ക് പോലും പരാമർശിക്കുന്നില്ലെന്ന്. റഫാൽ എന്ന് പറയുന്ന യുദ്ധവിമാന ഇടപാടിൽ മാത്രം 126 വിമാനം വാങ്ങാൻ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയ കരാർ ഇപ്പോൾ 36 വിമാനം വാങ്ങിയപ്പോഴും ഒരേ തുകയായിരിക്കുന്നു, മാറ്റമില്ല. 30,000 കോടി രൂപയാ ഒറ്റയടിക്ക് നരേന്ദ്രമോദി അടുത്ത സുഹൃത്തായ അംബാനിയുടെ പോക്കറ്റിലേക്ക് ഇട്ടുകൊടുത്തത്. പ്രതിരോധ മന്ത്രിയെ അല്ല ഫ്രാൻസിലേക്ക് കൊണ്ടുപോയത്, അംബാനിയെ കൂടെ കൊണ്ടുപോയത് കരാറുണ്ടാക്കാൻ വേണ്ടി. 13 ദിവസം മുമ്പ് കമ്പനി ഉണ്ടാക്കിയത്. അപ്പോൾ ആ രീതിയിലുള്ള അഴിമതികൾ ഇതിവിടെ മാത്രമല്ല, നോട്ട് നിരോധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കുഴപ്പത്തിലാക്കി. അതിൻ്റെ ഉദ്ദേശവും അഴിമതി തന്നെയായിരുന്നു എന്നുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. GST കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കഷ്ടത്തിലാക്കി. ചെറുകിട കച്ചവടക്കാരൊക്കെ എത്രയോ ആളുകൾ വഴിയാധാരമായി പോയി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏത് രീതിയിൽ പരിശോധിച്ചാലും ജനങ്ങളെ 2 തട്ടിലാക്കി. ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ആഹാരം എന്താണെന്ന് അവരുടെ അടുക്കളയിൽ കയറി പരിശോധിക്കുന്ന സംവിധാനം ഈ രാജ്യത്തുണ്ടായി. ഇതൊന്നും ഈ രാജ്യം ഭരിക്കുന്നവൻ്റെ ചുമതലപ്പെട്ട കാര്യമല്ല. അങ്ങനെ ആളുകളെ ജാതി തിരിച്ച്, മതം പറഞ്ഞ്, ചേരി തിരിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കി. അതിനെല്ലാം എതിരായ ജനവിധിയാണ് ഈ കഴിഞ്ഞ 3, 4, 5 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത്. അതാണ് മധ്യപ്രദേശിലുണ്ടായത്, അതാണ് രാജസ്ഥാനിലുണ്ടായത്, അതാണ് ഛത്തീസ്ഗഡിലുണ്ടായത്. ആ മാറ്റം തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, സംസ്ഥാന രാഷ്ട്രീയവും സജീവമായി ചർച്ച ചെയ്യപ്പെടും. സംസ്ഥാന രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ ചർച്ച ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമല്ലാതെ പോകാൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്, ഐക്യജനാധിപത്യ മുന്നണി തുടക്കം കുറിച്ച ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പറ്റിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച പദ്ധതികൾ 1000 ദിവസമായപ്പോൾ കുറേ എണ്ണം ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഈ ഗവൺമെൻറ് ഉണ്ടായി. സ്വാഭാവികമായിട്ടും അതിൻ്റെ പദ്ധതികളുടെ കാര്യങ്ങൾ നടക്കുന്നു. ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ ഭക്തരുടെ താല്പര്യങ്ങൾ, വിശ്വാസങ്ങൾ, അത് കുഴിച്ചു മൂടാൻ വിശ്വാസമില്ലാത്തൊരു സർക്കാർ എവിടെയുള്ള കാര്യമുണ്ടോ? എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല. പക്ഷെ വിശ്വാസികളല്ലാത്തൊരു സർക്കാർ വിശ്വാസത്തെ കുഴിച്ചു മൂടാൻ, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അത് കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന് നല്ലതല്ല. മണ്ഡലത്തിന്റെ കാര്യം സൂചിപ്പിച്ചാൽ, ഈ പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ച് വലിയ അവകാശവാദമൊക്കെ ശ്രീ വർഗീസ് ഇവിടെ സൂചിപ്പിച്ചു. ഇത് UDFന്റെ തന്നെ കോട്ടയാ. 2014 PT തോമസ് പാർലമെന്റ് മെമ്പറായിരിക്കുമ്പോഴായത്, കല്ലാർ പാലമുണ്ടായത്, വണ്ടിപ്പെരിയാർ പാലമുണ്ടായത്, അതിന്റെ എല്ലാം സർക്കാർ ഉത്തരവുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ളതാണ്. വോട്ടർമാർക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ബഹുമാന്യ കോൺഗ്രസ് ലീഡറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 2004 19 MPമാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് സംഭാവന ചെയ്യുകയും 1ാം UPA അധികാരത്തിൽ വരികയും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി 1ാം UPA അധികാരത്തിൽ വന്ന് തിളക്കമാർന്ന വിജയം സംവിധാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2ാം UPA വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ല. ആ 2ാം UPA സംവിധാനത്തിലാണ് 2G സ്പെക്ട്രം അടക്കമുള്ള
ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച നിരവധിയായ അഴിമതിയുടെ കുംഭകോണങ്ങളും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ചോദ്യത്തിലേക്ക് ഈ ഒരു സംവിധാനം കോൺഗ്രസ് പാർട്ടി എടുത്തതിൻ്റെ ഫലമായി BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി അടക്കമുള്ള ഭരണാധികാരികൾക്ക് തീവ്ര ഹിന്ദുത്വം ഉയർത്തുന്ന ഭരണാധികാരികൾക്ക് ഈ രാജ്യത്ത് അധികാരമേൽക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. വളരെ വ്യക്തമായി ഈ സന്ദർഭത്തിൽ ഒരു കാര്യം സർക്കാരിന്റെ അഴിമതി മൂലമാണ് എന്റെ സ്നേഹിതൻ ചോദിച്ചത് 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ പരാമർശിച്ചത്. ഞങ്ങൾ എന്താ ചെയ്ത വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ട ഒരാളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായില്ല, UPA ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ജയിലിലാണ് പോയി കിടന്നത്. കനിമൊഴിയും രാജയും ബന്ധപ്പെട്ട ആളുകൾ, ആക്ഷേപത്തിന് ഇരയായവർ, അവരെല്ലാം വഴികൾക്കുള്ളിലേക്ക് പോയി. ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിശക്തമായ അന്വേഷണം നടത്തി അവർ അഴികളിലേക്ക് പോയി. അപ്പോൾ ആക്ഷേപങ്ങളുണ്ടായി എന്നുള്ളത് ശരിയാണ്, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടായി എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ BJPക്ക് സാധിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ ഞങ്ങളെടുത്ത നിലപാടാണ് ശരിയെന്ന് ഇപ്പോൾ ആളുകൾക്ക് കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾക്ക് മറുപടി പറയാനുണ്ടാകും. ശ്രീ റോഹിത് ചേട്ടന്, എൻ്റെ സ്നേഹിതൻ, ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കണം. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ കസ്തൂരിരംഗൻ ഗാർഗി റിപ്പോർട്ടിനെതിരായി ഇടുക്കി ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്ന് ജോയിസ് ജോർജ് കൺവീനറും ജനറൽ കൺവീനറും ഇദ്ദേഹം ചെയർമാനുമായ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അതിനകത്തായിരുന്നു. ഇദ്ദേഹം ആ കമ്മിറ്റി വഴി വെച്ച് ഉപേക്ഷിച്ച് പോയത് എതിരായിരുന്നു എന്ന് പറയണ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളതുമായി മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായി ആദ്യം കസ്തൂരിരംഗനെ വെച്ചു, രണ്ടാമത് ഗാർഗിലിനെ വെച്ചു. ആ ഗാർഗിലിനെ വെച്ച് തീരുമാനം വന്നു. അതിനുശേഷം ശക്തമായ പ്രതിഷേധം വന്നു. ഉമ്മൻ കമ്മീഷൻ വെച്ചു. ഇവിടെ പറഞ്ഞല്ലോ ഇവരാണെന്ന്. ആ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി അതിൻ്റെ സെക്ഷൻ 5 പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വില്ലേജിൽ ഏതെങ്കിലും ഒരു പ്രദേശം ESA ആണെങ്കിൽ ആ വില്ലേജ് പൂർണ്ണമായി ESA ആണെന്ന് പറയുന്നുണ്ട്. ഇടുക്കി ജില്ലയിലുള്ള 52 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി 49 പഞ്ചായത്തുകളും ESAയുടെ പരിധിയിലായിരുന്നു. 12,368 ചതുരശ്ര കിലോമീറ്റർ കസ്തൂരിരംഗ റിപ്പോർട്ടിനകത്ത് ഉമ്മൻചാണ്ടി UPA ഗവൺമെൻറ് 2013 നവംബർ മാസം 13 വിജ്ഞാപനം ഇറക്കുമ്പോൾ ആ നിലപാട് നിന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പാറമുള പ്രവർത്തിക്കാൻ കഴിയാതെ വന്നത്, മണൽ വാരാൻ കഴിയാതെ വന്നത്, നിർമ്മാണ പ്രവർത്തനം സംഭവിക്കാനിടയായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വിഷയം സംബന്ധിച്ച് പാർലമെൻറ്റ് ചോദിച്ചു. ആദ്യമായി പാർലമെൻറ്റിലെത്തിയ ജോയിസ് ജോർജ് ഈ വിഷയം ഉന്നയിക്കപ്പെടുകയും ഇടുക്കി ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങളും മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കുകയും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അന്ന് BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. ആ BJPയുടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിലപാട് നമുക്കെടുക്കാം. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട റോയി കെ പൗലോസിൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള ആൻഡു ആന്റണി പത്തനംതിട്ട MP, അതുപോലെ തന്നെ കോൺഗ്രസ് MPമാരെല്ലാവരുടെ കൂടി ഒപ്പിട്ട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെ മുഴുവൻ MPമാരും ഒത്തുചേർന്ന് അതിൻ്റെ നേതാവായി ജോയിസ് ജോർജിനെ തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കാണുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി അവിടെ പ്രത്യേകമായി യോഗം ചേരുകയും ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഗിൽ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞ BJP ആ ധരവിനെ സംബന്ധിച്ച് മാറ്റാൻ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തുള്ള നിലപാട് സ്വീകരിച്ച് അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി ആദ്യമായി പോയി ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ ആദ്യം കൊടുത്ത നിവേദനത്തിൽ പറഞ്ഞത് ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള ഇടുക്കിയുടെ മലയോര മേഖലകളെ കസ്തൂരിരംഗൻ ഗാർഗി പ്രശ്നത്തിൽ ഒഴിവാക്കാനാണ്. 2013 നവംബർ മാസം 13 ഇറക്കി വിജ്ഞാപനം നടത്തുകയാണ്. ആ 2013 നവംബർ മാസം 13 വിജ്ഞാപനം ഇറക്കുമ്പോൾ അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് 2014 ഡിസംബർ മാസം 14 കേന്ദ്ര ഗവൺമെൻറ് ഈ റിപ്പോർട്ടിൻ്റെ കാലാവധി വീണ്ടും നീട്ടിപ്പിച്ചു. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നീട്ടിപ്പിച്ചു? അന്ന് ഇടുക്കി ജില്ലയിൽ ഹർത്താൽ നടത്തിയ UDF ചരിത്രം അതാണ്. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും LDF ഗവൺമെൻറ്റും ജോയിസ് ജോർജും ഇടുക്കി ഞങ്ങൾ പറയുമ്പോൾ ആ കാര്യത്തിൽ കസ്തൂരിരംഗൻ ഗാർഗി പ്രശ്നത്തിനകത്ത് കോൺഗ്രസിൻ്റെ MPമാരുൾപ്പെടെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് MPമാരുൾപ്പെടെ നടത്തിയ യോജിച്ച ഇടപെടലാണ് കസ്തൂരിരംഗൻ ഗാർഗി പ്രശ്നം നിലപാട് സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പഠനം നടത്താൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോഴും അന്തിമ വിജ്ഞാപനം ഇറക്കിയിട്ടില്ലല്ലോ, അന്തിമ വിജ്ഞാപനം ഇറക്കാതെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട്
ഇദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ കൺവീനർ. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം വഴി കുഴിച്ചോടി. കാരണം എന്തുകൊണ്ടോടി? PT തോമസിൻ്റെ ശക്തമായ കണ്ണുരുട്ടൽ വന്നപ്പോൾ റോയ് കെ പൗലോസിന് അതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളതാണ് ശരി. ഞങ്ങളെല്ലാം ഇദ്ദേഹം ചെയർമാനായുള്ള കമ്മിറ്റിക്കകത്ത് അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് അത് വസ്തുതയല്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 വർഷത്തെ ഭരണവും ഈ കഴിഞ്ഞ 2.5 വർഷത്തെ ഭരണവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം, ലൈഫ് പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തീകരിക്കാത്ത 50,000-ലധികം വീടുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വീടുകളുടെ ആദ്യഘട്ട പൈസ കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത് ആർദ്രം പദ്ധതി, നിപ്പയടക്കമുള്ള വൈറസിനെ പ്രതിരോധിച്ച ഗവൺമെൻറ്. അതിനുശേഷം വിദ്യാഭ്യാസ മേഖല എടുത്താൽ അടുത്ത ജൂൺ മാസത്തിലേക്കുള്ള നോട്ട് പുസ്തകം ഇപ്പോൾ തന്നെ അടിച്ച് സ്കൂളുകളിൽ എത്തിച്ചിരിക്കുന്നു. അതുപോലെ ആയിരക്കണക്കിന് സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകൾ ക്ലാസ്സുകളായി മാറിയിരിക്കുന്നു. അതും കഴിഞ്ഞ 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണവും കൂടെ താരതമ്യം ചെയ്താൽ എങ്ങനെയാണ് ഇടുക്കിയിലടക്കം നിങ്ങൾ കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിക്കുമെന്ന് പറയുക? അതോടൊപ്പം തന്നെ എനിക്ക് BJPയുടെ നേതാവ് ചോദിക്കാനുള്ളത്, കോടതിയുടെ ഉത്തരവ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഉത്തരവ് പറഞ്ഞാൽ ഏത് ഗവൺമെന്റ് തള്ളിക്കളയാൻ കഴിയില്ല. ആ ഉത്തരവ് വന്നതിന് ശേഷം RSSന്റെ നേതാക്കന്മാർ ആദ്യം പറഞ്ഞത് എന്താ? ചരിത്രപരമായ വിധി എന്നാണ്. BJPയുടെ നേതാക്കന്മാർ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ആദ്യം തന്നെ അതിനെ സ്വാഗതം ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ടും കേരളത്തിൽ വന്നപ്പോൾ എങ്ങനെയാണ് 2 മുന്നണികൾക്കും ഈ നിലപാട് മാറ്റം ഉണ്ടായത്? വ്യക്തമാണ്. ആദ്യം താങ്കൾ ശ്രീ റോയ് കെ പൗലോസ്. ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഗവൺമെന്റുകളെയും കൂടി താരതമ്യം ചെയ്യണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കാരുണ്യ പദ്ധതികൾ നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ലോട്ടറി തട്ടിപ്പുകാരൻ കേരളത്തിൽ ഇടതുപക്ഷം ഇരുന്നപ്പോൾ കേരളത്തിൽ തടിച്ചു കൊടുത്ത് കേരളത്തിലെ പാവങ്ങളുടെ പണമെല്ലാം കൊണ്ടുപോയിരുന്നയാൾ. അയാൾ ലോട്ടറി നടത്തി കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ പണം കൊണ്ടുപോയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ആലോചിച്ചു ഈ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് കാരുണ്യ പദ്ധതി ഉണ്ടായത്. പാർട്ടി നോക്കിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാരാണോ കോൺഗ്രസ് ആണോ നോക്കിയിട്ടില്ല. 1400 കോടി രൂപയാണ് 2 വർഷം കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക്, ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും അതുപോലെ മാരകമായ അസുഖങ്ങൾ ബാധിച്ച ആളുകളുടെ കുടുംബങ്ങളിലേക്ക് ഗവൺമെന്റ് എത്തിച്ചു കൊടുത്തത്. കേരളത്തിൽ ഏത് പാവപ്പെട്ടവനൊരു ഉറപ്പുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു അസുഖമുണ്ടായാൽ ഉമ്മൻചാണ്ടി സർക്കാരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി 2 ലക്ഷം രൂപ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി പണം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ആ ബാക്കി പണം ഉണ്ടാക്കാനും ഈ ഗവൺമെന്റ് കൂടെ ഉണ്ടായിരുന്നു. അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ 4 ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് നടത്തി. എത്ര ആയിരങ്ങളാണ് വന്നത്. തൊടുപുഴയിൽ തന്നെ 2 നടത്തിയല്ലോ. വന്ന ഒരാളെ നിരാശപ്പെടുത്തിയിട്ടില്ലല്ലോ. രോഗവുമായിട്ട് വന്ന ആളുകൾക്ക് 5000 മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുത്തത്. 1200 കോടി രൂപയാ അങ്ങനെ ജനസമ്പർക്ക പരിപാടികളിലൂടെ ഈ നാട്ടിലെ പാവങ്ങൾക്കാണ് കൊടുത്തത്, പ്രമാണിമാർക്കല്ല, സമ്പന്നന്മാർക്കല്ല കൊടുത്തത്. അങ്ങനെ എത്രയെത്ര പദ്ധതികൾ, പെൻഷൻ പദ്ധതികൾ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയ പെൻഷനുകളുടെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ. ഇവിടെ ചെവി കേൾക്കാൻ പാടില്ലാതിരുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കി. ജീവിതത്തിൽ ഒരിക്കൽ പോലും 5 ലക്ഷം രൂപ അവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കേൾവി ഉണ്ടാക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ മുടക്കി കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞ പദ്ധതി നടപ്പാക്കിയത്. ഇന്ന് അത് വല്ലതും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. ഏതെങ്കിലും പദ്ധതികൾ, ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ചു. തീർച്ചയായും CV വർഗീസിന് ഇത് പറയാനുള്ള UDFും LDFും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് താങ്കൾ റോയ് കെ പൗലോസ് 22 ഈ ഗവൺമെന്റ് UDFിന്റെ ഗവൺമെന്റ് കാലത്ത് 5 വർഷം കഴിഞ്ഞ് ഭരിച്ചപ്പോൾ 342 കോടി രൂപയാണ് ചികിത്സാ സഹായം കൊടുത്തത്. വണ്ടി വിളിച്ച് ആംബുലൻസ് വിളിച്ച് ആളുകളെ കൊണ്ടുവന്നു. പിണറായി സർക്കാർ ഒരാളുകളെയും അങ്ങനെ കഷ്ടപ്പെടുത്തിയില്ല. 452 കോടി രൂപയാണ് 26 മാസം കൊണ്ട് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസം കൊടുത്തത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു കാരുണ്യ പദ്ധതി. ഇദ്ദേഹം കുരുടൻ ആനെ കണ്ട പോലെയാണ് പറയുന്നത്. എന്തറിയോ, ഇവിടെ കാത്ലാവിൽ ഇവിടെ പോയാൽ, മെഡിക്കൽ കോളേജിൽ പോയാൽ, ജില്ലയിലെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിൽ കാത്ലാബ് ആരംഭിക്കുക ഗവൺമെൻറ്. ഇവിടെ കാരുണ്യയ്ക്ക് പോയാൽ, ഞാനൊക്കെ അത്യാവശ്യം ഇടപെടുന്നതാണല്ലോ, കാരുണ്യയിൽ പോയി ഇവിടെ ഒരു ഹൃദ്രോഗി ചെന്നാൽ അഡ്മിറ്റായാൽ ആ സമയം പൈസ കൊടുക്കുകയാണ്. അത് 3 ലക്ഷം രൂപ കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. പിന്നെ ചെവിക്ക് കേൾവിയില്ലാത്ത കുട്ടികൾ, ഈ അടുത്ത ദിവസം അങ്ങനെ ഒരു കുട്ടിയുടെ കേൾവി നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വിളിച്ച ജനസമ്പർക്ക പരിപാടിയല്ല നടത്തത്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശൈല ടീച്ചർ
ആ പാവങ്ങളുടെ വീട്ടിൽ അത് കൊണ്ട് അങ്ങ് കൊടുത്ത് ആ കൊച്ചിനൊരു മുത്തം കാണുന്നത് ഇദ്ദേഹം കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഓരോ കാര്യവും നമുക്കെടുക്കാം. പെൻഷൻ നിങ്ങൾ തീരുമാനിച്ച് 1800 രൂപ പെൻഷൻ 36 മാസവും കുടിശ്ശിയായിരുന്നു. ഇപ്പോൾ അത് 1500 ആക്കി. ഒരു മാസവും കുടിശ്ശിയില്ല. ഈ ഡിസംബർ ആകുമ്പോൾ 5600 രൂപ വീതം ഓരോരുത്തരുടെ കിട്ടുന്നത് മാത്രമല്ല അത് വീട്ടിൽ സഹകരണ ബാങ്ക് എത്തിച്ചു കൊടുക്കുന്നു. ആ എത്തിച്ചു കൊടുക്കുന്നവർക്ക് 50 രൂപ വീതം അതിൻ്റെ സർവീസ് ചാർജ് കൊടുത്ത് 48 ലക്ഷം ആളുകൾക്ക് അങ്ങ് എത്തിച്ചു കൊടുക്കുക. അത് മേടിക്കുമ്പോൾ ആളുകൾക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു പ്രളയ ദുരന്തമാണല്ലോ ഇപ്പോൾ പറയുന്നത്. കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. എല്ലാ വീട്ടിലും പോയി. ഞങ്ങൾ ആത്മഹത്യ ചെയ്ത എല്ലാ വീട്ടിലെയും ആളുകളോട് ആത്മഹത്യ ആഘോഷമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ആ വേദനപ്പെട്ട ആളുകളെ സംബന്ധിച്ചുണ്ട്. അവിടെ എല്ലായിടത്തും ഞങ്ങൾ പോയി അന്വേഷണം നടത്തി ഇന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഇവിടെ 2019 ഓഗസ്റ്റ് മാസം 31 എന്ന് പറഞ്ഞാൽ 2018 ഓഗസ്റ്റ് മാസം 18-ാം തീയതി 15-ാം തീയതി മുതലാണ് ഈ ജില്ലയിൽ വലിയ പ്രളയമുണ്ടായത്. ആ പ്രളയ ദുരന്തത്തിലുണ്ടായ മുഴുവൻ ആളുകൾക്കും അവിടെ കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക മാത്രമല്ല ആ പലിശ ഉൾപ്പെടെ കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. ഇവർ കോൺഗ്രസും BJPയുടെ ഭരിച്ചതിൻ്റെ ഭാഗമായി ആസിയൻ കരാറും ഘാട്ട് കരാറും ഉൾപ്പെടെയുള്ള കരാറുകൾ മാറി മാറി കൊണ്ടുവന്ന് ഇവിടെ നിത്യ ദുരിതത്തിലേക്ക് പോയി കൃഷിക്കാരനെ സഹായിക്കാൻ നിലപാട് സ്വീകരിച്ചു. അത് മാത്രമല്ല കേന്ദ്ര ആവിഷ്കൃത പദ്ധതി, ഒരു കാര്യമുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതി, ഒരു തെങ്ങ് പോയാൽ 100 രൂപയാണ് കൊടുക്കുന്നത്. ഈ ഗവൺമെൻറ് അത് 3 ഇരട്ടിയാക്കി കൊടുത്തു. ഒരു ഹെക്ടർ നെൽകൃഷി നഷ്ടപ്പെട്ടാൽ 25,000 രൂപയായിരുന്നു, അത് 2.5 ലക്ഷമാക്കി കൊടുത്തു. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ വയനാട് ജില്ലയിലെ കൃഷിക്കാരന് നിലപാട് സ്വീകരിച്ചു. എനിക്ക് ബഹുമാനപ്പെട്ട റോയിക്ക് പോലും അഭ്യർത്ഥനയുള്ളത്, നാളെ നിങ്ങളെ കട്ടപ്പന വ്യവസ്ഥയുടെ സമരം ഈ ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിരിയണം. മനസാക്ഷിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അത് ചെയ്യണമെന്നായിരിക്കും അഭിപ്രായം. തീർച്ചയായും ബിനു കൈമൾ, താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി. കേന്ദ്ര ഗവൺമെന്റുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പലതും പരാമർശിക്കുന്നത്. എന്നോട് ചോദ്യം ചോദിച്ചില്ല എന്ന് കരുതി കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുക, അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് പറയുന്നു, ഒന്ന് ഇവിടെ റോഹിത് ഇവിടെ സൂചിപ്പിച്ചു DMKയുടെ പ്രവർത്തകരെ ജയിലിലാക്കിയത് ആ ഗവൺമെന്റ് ആയിരുന്നെന്ന്. ആ കക്ഷിയുമായിട്ട് ഇപ്പം സഖ്യം കൂടിയേക്കണത്. ആ കക്ഷിയുടെ നേതാവ് പറയുന്നത് രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറയുന്നത് DMKയുടെ നേതാവാണ്, സ്റ്റാലിനല്ലേ? നമ്മൾ മുഴുവൻ കണ്ടു. അപ്പോൾ പിന്നെ എന്ത് ധാർമ്മികതയാ പറയുന്നത് ആ ഇതിനെക്കുറിച്ച്? അതായത് കോൺഗ്രസ് ഇപ്പോഴും ആ നയത്തിൽ ഇന്നും അവരോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ വിഷയം സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത് ശബരിമലയെ സംബന്ധിച്ച് സുഹൃത്ത് പറഞ്ഞത് വളരെ പകുതി ഭാഗം ശരിയാണ് അതിനകത്ത്. കാരണം സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഒരുപക്ഷെ BJPയുടെയോ മറ്റ് കക്ഷികളുടെയോ ഒക്കെ നേതാക്കൾ ആരെങ്കിലുമൊക്കെ ചില വ്യക്തികൾ അതിനെ അനുകൂലിച്ചിട്ടുണ്ടാവാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലയുള്ള സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ് ഞങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അവസാന വാക്ക്. ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അതുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കൊപ്പം നിന്നത്. ഈ വിശ്വാസികൾ എവിടെയായിരുന്നു ശ്രീ ബിനു കൈമൾ? വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ തലയിൽ തേങ്ങ വെച്ചടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശബരിമലയിൽ നിന്നും പുറത്തു വന്നില്ലേ? അത് സോഷ്യൽ മീഡിയ ആയിട്ട് ഞങ്ങളാരും അതിന് ഒരു വിശ്വാസിയെ പോലും യാതൊരു വിധത്തിലും അല്ല. ഞാൻ പറയട്ടെ, സംസ്ഥാന ഗവൺമെന്റിന് പ്രതിയെ പിടിക്കാമല്ലോ, എന്തേ പിടിക്കാതെ? കേസെടുത്തിട്ടുണ്ട്. കേസെടുക്കുന്നത് 1-2 പേരുടെ അല്ല, 67,000 പേരുടെ പേരില്ല. അതാ ഞാൻ പറഞ്ഞത്. കേരളത്തെ സമൂഹത്തിന്റെ വിശ്വാസത്തെ രക്ഷിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഇറങ്ങിയെന്ന് സത്യം തന്നെയാണ്. കേരളത്തിലെ വിശ്വാസികളെ ഞങ്ങൾ പരസ്യമായി വിശ്വാസികളോടൊപ്പം ഈ തെരുവിൽ നാമജപം വിളിച്ചുകൊണ്ടാ പോയത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് സുപ്രീം കോടതി വിധിയാണോ ഇവിടെ നടപ്പാക്കുന്നത്? സുപ്രീം കോടതിക്ക് എന്ത് അധികാരമാണുള്ളത്? പാർട്ടി ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഏത് നയവും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ. ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞൊരു വാചകമുണ്ട്, ആചാര്യന്മാര്, അതായത് പൊതുസമൂഹം അംഗീകരിക്കുന്ന ആചാര്യന്മാരുമായി ആലോചിച്ച് നടപടിയെടുക്കണമെന്ന് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ കൊടുത്തു. പക്ഷെ അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ആ കൊടുത്ത സത്യവാങ്മൂലം മറച്ചു വെച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു പരാമർശം, ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സൂചിപ്പിച്ച ഒരു വാചകമുണ്ട്.
ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചത് സുപ്രീം കോടതിയുടെ വിധിയല്ല, ഒരു പരാമർശമെന്നാണ്. അതിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ആ പരാമർശം നടപ്പാക്കാൻ കാണിച്ച ധൃതി പിടിച്ച ആ നയം ഈ വിശ്വാസ സമൂഹത്തോടുള്ള ഏറ്റവും വലിയ എന്താണ് താങ്കൾക്ക് മറുപടി വരാനുള്ളത്? അവിടെ കൊച്ചിന് ചോറ് കൊടുക്കാൻ ചെന്ന നാരായണി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് തേങ്ങായ്ക്കിടിച്ച് അവിടെ കൈ ഒടിഞ്ഞ് അവർ ആശുപത്രി കിടക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ് ഒരു കാര്യം. രണ്ട് സാധാരണ വലിയ വിശ്വാസികളാണ് ഇവര്. ഞാൻ വലിയ ശബരിമലയുടെ ആചാരാനുഷ്ഠാനം അറിയില്ലെങ്കിൽ പോലും ഒരാളുടെ വീട്ടിൽ മാലയിട്ട് മരണമുണ്ടായാൽ ആ മാല ഊരി വെച്ച് ആ വർഷം ശബരിമലയ്ക്ക് പോവുകയല്ലെന്നാണ് പറയുന്നത്. പക്ഷേ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ്റെ അമ്മ നാരായണി 2018 ജൂലൈ മാസം 5-ാം തീയതി മരിച്ചു. എണ്ണിക്കൊണ്ട് 40ാമത്തെ ദിവസം ഇദ്ദേഹം ശബരിമലയ്ക്ക് പോയി. എന്താ BJP വിശ്വാസികളോടൊപ്പമാണെങ്കിൽ പോകരുതെന്ന് പറയണ്ടായിരുന്നോ? രണ്ടാമത്തെ കാര്യം, കേസെടുത്തു. ഇവിടെ കേസെടുത്തതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ഗവൺമെൻറ് കേസെടുത്തത്. അവിടെ വിശ്വാസികൾ സംരക്ഷിക്കാൻ വിശ്വാസികൾ പോകാനുള്ള നിലപാടെടുത്തു. BJP അവസാനം എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും അവിടെ ഒരു ആക്രമണം നടത്തി അവിടെ ഒരു വെടിവെപ്പുണ്ടാക്കി ഒരാളുടെ ജീവൻ എങ്ങനെ രക്ഷിച്ച് ഒരു ബലിദാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ശബരിമലയൊക്കെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനപക്ഷത്താണ്. ഒരു കാര്യം, ഈ കേരളത്തിൽ ഒരു വർഗീയവാദി വഴിഞ്ഞാടാൻ അനുവദിക്കുകയില്ല എന്ന് വിശ്വാസം സംരക്ഷിക്കും. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കും. വിശ്വാസികൾ ഒരിക്കലും അവൻ വർഗീയവാദിയാകില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് പ്രതിബദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ശക്തിയായി മുന്നോട്ട് പോകും. ശ്രീ CB വർഗീസ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അതിന് മറുപടി കേട്ടില്ല. അതായത് കസ്തൂരി രംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ ചെയർമാനായിട്ടുള്ള സമിതിയിൽ നിന്ന് താങ്കൾ ഒളിച്ചോടിയെന്ന് പറഞ്ഞു. അതിന് വ്യക്തമായ മറുപടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നെ സഖാവ് CB വർഗീസ് ഇവിടെ സൂചിപ്പിച്ചു, കോൺഗ്രസിനെ അധികാരത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന്. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നവർ പിന്നെ എന്തിനാണ് പശ്ചിമ ബംഗാളിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്ത് മുഴുവൻ കോൺഗ്രസിനെതിരെ നിലപാടെടുത്തിരുന്ന ആളുകളെ കൊണ്ട് തിരുത്തി കോൺഗ്രസിന്റെ പുറകെ പോയി കോൺഗ്രസ് തരുന്ന സീറ്റ് വാങ്ങി കോൺഗ്രസിന്റെ സഹായത്താൽ മത്സരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്? പിന്നെ മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മറുപടി പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇടുക്കി ജില്ലയിൽ ജോയ്സ് ജോർജിന്റെ ഭൂമി തട്ടിപ്പ് മറച്ചു വെക്കുന്നതിന് വേണ്ടി 3 സബ് കളക്ടർമാരെ അടിച്ചോടിച്ച പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് ഇവരുടേത്. ഇവരിപ്പോൾ ഇവിടെ ക്രമസമാധാന നിലയെക്കുറിച്ചൊക്കെ പറഞ്ഞു. വത്സൻ തില്ലങ്കേരി ഏറ്റവും വലിയ ക്രിമിനലാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ തില്ലങ്കേരി വേണമായിരുന്നു ശബരിമലയിൽ പിണറായി വിജയന്റെ പോലീസിന് കഴിയാതെ പോയ ക്രമസമാധാന നില നിലനിർത്താൻ വേണ്ടിയിട്ട്. അടുത്ത് ഇദ്ദേഹത്തോടുണ്ട്. ഇവിടെ ഇദ്ദേഹം ഒരുപാട് പദ്ധതികൾ നരേന്ദ്രമോദിയുടെ പറഞ്ഞു. അച്ചാദി നായക പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഒരു 15 ലക്ഷം രൂപ വീതം എല്ലാവരുടെയും സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് വരുമെന്ന്. അതെവിടെ നിങ്ങൾക്കെങ്കിലും കിട്ടിയോ, BJPക്കെങ്കിലും കിട്ടിയോ എന്ന് പറയണം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി ഒരു യുദ്ധത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ ഒരു യോഗത്തിനകത്ത് ഈ രാജ്യത്തെ മുഴുവൻ ബധിരമൂക വൈകല്യമുള്ള കുട്ടികളെ ആകമാനം അവരുടെ രക്ഷകർത്താക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിച്ചിരിക്കുകയാണ്. വർഗീസ് ആദ്യം പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജാഫർ ചോദിച്ചത്. വർഗീസിനെ അറിയുമെന്ന് എനിക്കറിയത്തില്ല. 2012 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് നെടുങ്കണ്ടത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ MLA-മാർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയൊരു സമ്മേളനം അവിടെ കൂടി. ആ സമ്മേളനത്തിൽ വെച്ചാണ് എന്നെ ഈ ജില്ലയിലെ ഇതിന് വിരുദ്ധമായിട്ടുള്ള ഗാഡ്ഗിൽ വിരുദ്ധ സമരസമിതിയുടെ ചെയർമാനായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്, കൺവീനറായിട്ടല്ല. അദ്ദേഹം പറഞ്ഞതിലൊരു തെറ്റുണ്ട്, അത് തിരുത്തുന്നു. ജോയ്സ് ജോർജ് അതിൻ്റെ കൺവീനർ അല്ലായിരുന്നു. കൺവീനർ ജോസ് പാലത്തിനാൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു നെടുങ്കണ്ടത്തുള്ളത്. എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ആ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. ആ കമ്മിറ്റി നിരന്തരമായി ഞങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മുൻ മുഖ്യമന്ത്രിയെയും പോയി കണ്ടു. കേരള അസംബ്ലി ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2-3 സന്ദർഭത്തിൽ മാത്രമാണ് സംയുക്തമായി അവിടെ ഒരു എതിർപ്പുമില്ലാതെ യോജിച്ച് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഈ റിപ്പോർട്ട് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പ്രത്യേകമായി അസംബ്ലി സമ്മേളനം വിളിച്ചുകൂട്ടി അവിടെ ഏകകണ്ഠമായ പ്രമേയം പാസ്സാക്കി. ഞങ്ങൾ ജനപ്രതിനിധികൾ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഞങ്ങൾ സത്യാഗ്രഹം ഇരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടത്തി. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒഴിവായി പോയതല്ല, ഞങ്ങൾ അവിടെ നിന്ന് അതേപടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു.
അങ്ങനെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഗാഡ്ഗിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കസ്തൂരി വന്നു. കസ്തൂരി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു വില്ലേജിൽ ഏതെങ്കിലും ഒരു ഭാഗം ESA ആണെങ്കിൽ ആ വില്ലേജ് മുഴുവൻ ESA ആയി പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻ വ്യൂമൻ കമ്മിറ്റിയെ വെച്ചു. ഈ കേരളത്തിലെ 122 പഞ്ചായത്തുകളിലും പഞ്ചായത്തിലെ പരിശോധനാ സമിതികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസറും ഫോറസ്റ്റ് ഓഫീസറും ഉൾപ്പെടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ പോയി നടത്തി. അവർ കണ്ടെത്തി ഏതെങ്കിലും ഒരു കൃഷിക്കാരന്റെ കൃഷിഭൂമി ഈ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലപരിശോധന നടത്തി സർവേ നമ്പർ ഉൾപ്പെടെ ബ്ലോക്ക് നമ്പർ ഉൾപ്പെടെ പ്ലാനും സ്കെച്ചും തയ്യാറാക്കി ഗവൺമെന്റിന് കൊടുത്തു. ഒരു സെക്കൻഡ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആ റിപ്പോർട്ടാണ് കേന്ദ്രത്തിൽ ഞങ്ങൾ കൊടുത്തത്. ആ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ ആവർത്തിക്കുന്നു 2014 മാർച്ച് മാസം 10-ാം തീയതി കരട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത്. ഇവിടെ വലിയ അവകാശവാദമൊക്കെ പറഞ്ഞല്ലോ. ജോയ്സ് ജോർജ് പോയി പാർലമെന്റിൽ പ്രസംഗിച്ചിട്ട് എന്താ ഉണ്ടായത്? 502 ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ചോദ്യം കൊണ്ട് ഈ നാടിന് പ്രയോജനം ഉണ്ടായോ? 277 പ്രസംഗം പറഞ്ഞു എന്ന് പറഞ്ഞു. ഏതെങ്കിലും പ്രസംഗം കൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ടോ? പ്രസംഗിച്ചോ ചോദ്യം ചോദിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. 5 കൊല്ലം പാർലമെന്റ് മെമ്പർ ആയിട്ട് ഞാൻ ആവർത്തിക്കുന്നു മിസ്റ്റർ വർഗീസ്, ആ 2014 മാർച്ച് മാസം 10-ാം തീയതി ഞങ്ങൾ ഇറക്കിയ കരട് നോട്ടിഫിക്കേഷനിലൂടെ ഈ ജില്ലയിലെ 47 വില്ലേജുകളിലെ കൃഷിക്കാരുടെ കൃഷിയിടങ്ങളും തോട്ടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ESAയുടെ പരിധിക്ക് പുറത്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പുറത്തേക്ക് ഇന്നും ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യമാണ്, 2013 നവംബർ മാസം 13-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ വിജ്ഞാപനത്തിൽ ഇടുക്കി ജില്ലയിലെ 52 വില്ലേജ്, 2 വില്ലേജ് വാഗമണ്ണും മണക്കാട് ഒഴിച്ചുള്ള വില്ലേജ് ഉൾപ്പെടെ ഇടുക്കി ജില്ലയിൽ ഒരു പാറമട പ്രവർത്തിക്കാൻ കഴിയാതെ വന്നു, മണൽ വാരാൻ കഴിയാതെ വന്നു, വീട് വെക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ ഇപ്പോഴും ആ സ്ഥിതി നിലനിൽക്കുന്നു. എന്നാൽ 2013 നവംബർ മാസം 13-ാം തീയതി ഇറക്കിയ വിജ്ഞാപനം ഡിസംബർ മാസം 5-ാം തീയതി അന്തിമ വിജ്ഞാപനം ഇറക്കുന്നവരെയും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് 5-ാം തീയതി ആ റിപ്പോർട്ട് ഇറക്കുന്നവരെയും ഈ നിലനിൽക്കുന്ന UPA ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു. പിന്നെ ഇദ്ദേഹം പറയുന്നു ഇവിടെ ആരോടേലും ആലോചിക്കാതെ കോൺഗ്രസ് ഈ രാജ്യത്തെ കൃഷിക്കാരനോട് ഇതിൽ കൂടിയ വിദേശ പണം വാങ്ങിച്ചു. ഇത് മാത്രമല്ലല്ലോ, കസ്തൂരി രംഗൻ ഗാർഗി റിപ്പോർട്ട് മാത്രമല്ലല്ലോ, HRML പദ്ധതി കൊണ്ടുവന്ന് ഇവിടെ വന്യജീവി ഇടനാഴികൾ സൃഷ്ടിച്ച ഗവൺമെൻറ് 260 കോടി രൂപ BJP കോൺഗ്രസ് ഗവൺമെൻറ് പോയി, ഉമ്മൻചാണ്ടി പോയി UNA ഇപ്പോൾ കരാറുണ്ടാക്കി വാങ്ങി. അത് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയ്ക്ക് ദോഷമുണ്ടാക്കി. കസ്തൂരി രംഗൻ ഗാർഗിൽ മാത്രമല്ല, HRML പദ്ധതി, അതുപോലെ തന്നെ EFL പ്രശ്നം, അങ്ങനെ എങ്ങനെയാണോ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ ദ്രോഹിക്കാൻ കഴിയുന്ന ഓരോ നിലപാടുകളും UPA ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉമ്മൻ വന്നു പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനപ്പാക്കിയോ? അപ്പോൾ സ്വാഭാവികമായ ഒരു നിലപാട് സ്വീകരിച്ചു. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇവിടെ ജോയ്സ് ജോർജിൻ്റെ കൊട്ടാക്കമ്പൂർ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ജോയ്സ് ജോർജിൻ്റെ പിതാവ് പരമ്പരാഗതമായി കോൺഗ്രസ്സുകാരനാണ്. ജോയ്സ് ജോർജിൻ്റെ അനുജൻ ജോർജ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഇടുക്കി അസംബ്ലി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അദ്ദേഹം മത്സരിച്ചു. പാര്യത്ത് ജോർജ് ചേട്ടൻ 4 മക്കൾക്കായി വീതിച്ചു കൊടുത്ത ഭൂമിയുടെ ഭാഗമായി ജോയ്സ് ജോർജിന് കൊടുത്ത ഭൂമി, ആ ഭൂമി സംബന്ധിച്ച് കൊടുക്കുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട റോയ് കെ പൗലോസാണ് DCC പ്രസിഡന്റ്. ആ ഭൂമിയുടെ അതേ അവിടെ വെച്ചിട്ടാണ് ജോർജ് ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചത്, ജയിച്ചത്. അതിനുശേഷം അന്നില്ലാത്ത സ്വന്തം പിതാവ് 4 മക്കൾക്ക് കൊടുത്ത ഭൂമിയിൽ 3 മക്കൾക്കുമില്ലാത്ത കയ്യേറ്റം ജോയ്സ് ജോർജിന് മാത്രമായി വന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം ജോയ്സ് ജോർജ് ഇടതുപക്ഷ ജനാധിപത്യയുടെ സ്ഥാനാർത്ഥിയായി വൻപിച്ച ഭൂരിപക്ഷത്തോട് നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല ഭൂരിപക്ഷത്തോടു കൂടി ഇടുക്കി പാർലമെന്റ് ഞങ്ങൾ ജയിച്ചിരിക്കും. ആ കാര്യത്തിൽ വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട റോയ് കെ പൗലോസുമായി ഒരു ബെറ്റ് വെച്ച് ഇവിടുന്ന് ആരംഭിക്കും. താങ്കളുള്ള 2 ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചത്, ഒന്ന് 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നില്ല, മറ്റൊന്ന് പ്രധാനമന്ത്രിയുടെ ആക്ഷേപം. വളരെ ചുരുക്കി കൃത്യമായിട്ട് പറയാം, 15 ലക്ഷം രൂപ ജനങ്ങളുടെ പോക്കറ്റിൽ കൊടുക്കും എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും പറയുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം അത് രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി പറയുന്നതാണ്. ഞാനല്ല പറഞ്ഞത്. നരേന്ദ്രമോദി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ജനങ്ങൾക്ക് 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന് എന്ത് പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മറിച്ച് പ്രചരണം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ കള്ളപ്പണം, ആ കള്ളപ്പണത്തിന്റെ കണക്കെടുത്താൽ
15 ലക്ഷം രൂപ ഓരോ സാധാരണക്കാരനും കിട്ടാനുള്ളതുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ഒരു വ്യക്തിക്കും 15 ലക്ഷം കൊടുക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ. പിന്നെ ഇത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ, ഇവിടുത്തെ കോൺഗ്രസ്സുകാരാ, ഈ കോൺഗ്രസ്സുകാരെ കോടാനുകോടിയുടെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം പാറശാല വരെ വെച്ചാലും തികയാത്ത ആ വലിയൊരു തുകയുടെ അഴിമതിയാണെന്ന് പുറത്തു വന്നേ. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് നോട്ട് നിരോധനത്തിൽ വലിയ പ്രശ്നമുണ്ടാവും. എന്തുകൊണ്ട് യു ഡി എഫിനെ വിജയിപ്പിക്കണം? കേരള ജനത എന്തുകൊണ്ട് യു ഡി എഫിനെ വിജയിപ്പിക്കണം? ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് താങ്കൾക്ക് അവസാനിപ്പിക്കാം. ദേശീയ രാഷ്ട്രീയം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ഈ രാജ്യത്തിന് ആപത്താണ് എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ അപകടകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനെ താഴെ ഇറക്കേണ്ടത് രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA അധികാരത്തിലേക്ക് വരണം. 1. 2, കൊലപാതക രാഷ്ട്രീയത്തിന് എല്ലാ സഹായവും നൽകുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങളും മുരടിപ്പിച്ചിരിക്കുന്ന, ട്രഷറി ബാൻ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞ് 1 രൂപ നമ്മുടെ നാട്ടിൽ മാറുന്നില്ല, 1 രൂപ. അപ്പോൾ സാമ്പത്തികമായി വളരെ തകർച്ചയിലേക്ക് ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നെത്തിയിരിക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ആളുകളായി മാറിയിരിക്കുന്ന ഈ സർക്കാരിനെതിരായ ജനവിധിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് മാറും. 2, ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് പ്രളയം തകർത്ത ഈ പാർലമെൻറ്റ് മണ്ഡലം, 8 പേർ മരിച്ച ഈ പാർലമെൻറ്റ് മണ്ഡലം, 2000-ലേറെ വീടുകൾ പൂർണ്ണമായി തകർന്ന ഈ ഇടുക്കി ജില്ല, 7500-ലേറെ വീടുകൾ ഭാഗികമായി തകർന്ന ഈ ജില്ല, 12000 ഹെക്ടർ കൃഷിഭൂമി നശിച്ചുപോയ ഈ ജില്ല, 100 കണക്കിന് ഉരുൾപൊട്ടലുകളുണ്ടായ ഈ ജില്ല, പാവപ്പെട്ട ആളുകൾ ഇതിനെല്ലാം പരിഹാരം അന്വേഷിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളും പഞ്ചായത്ത് ഓഫീസുകളും കയറി നിറങ്ങി മടുത്ത് ആത്മഹത്യയിലേക്ക് പോകുന്ന ജില്ല, സ്വന്തം വൃക്ക വയ്ക്കാൻ എനിക്കൊരെണ്ണം വിൽക്കാനുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വീടിന്റെ അവശേഷിക്കുന്ന ഭാഗത്ത് പരസ്യം എഴുതി വെക്കുന്ന നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു, ജില്ല മാറിയിരിക്കുന്നു. ഇതിനെല്ലാം എതിരായിട്ടുള്ള കർഷകരുടെ അതിശക്തമായിട്ടുള്ള വികാരം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാകും. ഐക്യ ജനാധിപത്യ മുന്നണി ഇടുക്കി പാർലമെന്റ് മണ്ഡലം മുൻകാലങ്ങളിൽ നേടിയിട്ടുള്ള ഭൂരിപക്ഷത്തെക്കാൾ 2009-ലാണ് ഞങ്ങൾ അവസാനം ജയിച്ചത്. PT തോമസ് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിന് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരിച്ചു വരുന്നു. എന്തുകൊണ്ട് BJP വിജയിപ്പിക്കണം? BJP NDA ഗവൺമെന്റിനെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഞാനിവിടെ മുൻപ് സൂചിപ്പിച്ചു. നിരവധി പദ്ധതികൾ ഇവിടെ ഈ രാജ്യത്തിൻ്റെ മുഴുവനും, അത് രാഷ്ട്രീയത്തിനതീതമായി, മതങ്ങൾക്കതീതമായി, ജാതികൾക്കതീതമായി എല്ലാ ജനങ്ങൾക്കും ഒരേ വിധത്തിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് അന്ത്യോദയ ഏറ്റവും ഒരു ലൈനിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് വരെയും കേന്ദ്ര സർക്കാരിൻ്റെ ആ പദ്ധതികൾ ഗുണകരമായി നേരിട്ട് ലഭിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ വികസനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വികസനത്തിൻ്റെ തുടർച്ച ഇനിയും ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് ഉണ്ടാകണം എന്നതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്. അതുകൊണ്ട് മുൻപ് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ മുൻപ് സൂചിപ്പിച്ചു, ഇവിടെ നോട്ട് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാതെ പോകാൻ പറ്റാത്ത ഒരു വിഷയം, ഇന്ന് നാട്ടിലെ ഒരു ഏറ്റവും പാവപ്പെട്ടവന് ഒരു 3 സെന്റ് 5 സെന്റ് സ്ഥലം വാങ്ങി വീട് വെക്കാനൊന്നും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുൻപുണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് അപ്പോൾ സാധാരണക്കാരന് ഏറ്റവും ജീവിക്കാൻ അനുകൂലമായ സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ നിലപാട്, സാമ്പത്തിക സ്ഥിതിയെ കൊണ്ടുവരാൻ സാധിച്ചു. ജനങ്ങളുടെ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ സാധിച്ചു. ജില്ലയിലെ ആണെങ്കിലും കർഷകർക്ക് വേണ്ടി അനുകൂലമായ പദ്ധതി, കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ അനവധി പേർക്ക് 2000 കിട്ടുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ തരത്തിലുള്ള ആ പുരോഗമനപരമായ വികസനപരമായ കാര്യങ്ങൾക്ക് തുടർച്ചയുണ്ടാകുന്നതിന് വേണ്ടി NDA ഇവിടെ ജയിച്ചേ മതിയാവൂ. ജനങ്ങൾ വിജയിപ്പിക്കണം. ദീർഘകാലം അധികാരത്തിരുന്ന കോൺഗ്രസ് ഈ രാജ്യത്തുണ്ടായ ദുരന്തത്തിനെല്ലാം ഉത്തരവാദിത്വം കോൺഗ്രസ് സാമ്പത്തിക നയം. ആ സാമ്പത്തിക നയം തന്നെയാണ് കോൺഗ്രസ് തുടരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്ന് ഞങ്ങൾ വാദമുന്നയിക്കുന്നത്. BJP ഈ സാമ്പത്തിക നയം നടപ്പാക്കുന്നു മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ അന്തരം വരുത്തി വലിയ നിലയിലുള്ള സംഘർഷത്തിലേക്ക് ഭാരതത്തെ എത്തിച്ച് വർഗീയതയുടെ ഭാഗമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ആ വർഗീയത അവസാനിപ്പിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർന്നു വരണം. ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ ഒരിക്കലും കോൺഗ്രസ് വിശ്വാസം എടുക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 വിഭാഗത്തെ മാറ്റി നിർത്തി ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷമായ സാഹചര്യം ഉപയോഗപ്പെടുത്തി ഇന്ത്യയിൽ ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാൻ കഴിയും. ആ അധികാരത്തിൽ വരുന്നുള്ള ദീർഘമായ കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി ആരാണ് അല്ലിപ്പം നിശ്ചയിക്കുന്നത്. നയമാണ് പ്രശ്നം. ഇവർ 2 പേരും ദീർഘകാലം, ഞാൻ വിശദാംശം 2 പേര് നർക്കമായി നടപ്പാക്കിയുള്ള നയം നമ്മുടെ രാജ്യത്ത് ദോഷകരമാണ്. അതിനൊരു ബദൽ നയം ഉണ്ടാവണം. ആ ബദൽ നയത്തിൻ്റെ ഉദാഹരണമാണ് സഖാവ് പിണറായിയുടെ ഗവൺമെൻറ്.
ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് 5000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് കൃഷിക്കാരെ സഹായിക്കാൻ ആവശ്യമായ നിലപാട് ഇന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പദ്ധതി പ്രാവർത്തികമായി നടക്കാനുള്ള നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് വിശ്വാസം ജനങ്ങളെ കൂടുതൽ ആവർത്തിച്ചിട്ടുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് ഗവൺമെന്റ് വരും. അതുമാത്രമല്ല, ഇടുക്കി ജില്ലയിൽ ജോയിസ് ജോർജ് നേതൃത്വം നടത്തി തുടങ്ങിയിട്ടുള്ള LDF ഗവൺമെന്റ് തുടങ്ങി വെച്ചിട്ടുള്ള വിസ്മയകരമായ വികസന പ്രവർത്തനമുണ്ട്. അത് കേരളത്തിൽ നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച ബഹുജനപിന്തുണയുണ്ടാവും. ആ ബഹുജന പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടാൻ വ്യക്തമാണ്. പടക്കളം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും ഒപ്പം വോട്ടർമാർക്കും നന്ദി, നമസ്കാരം.